ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കുട്ടിക്കാഴ്ചകൾ. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് 1 സമീപം ജിഞ്ചർ ഹോട്ടലിന് ഓപ്പോസിറ്റായി അണ്ടർ വാട്ടർ മറൈൻ എക്സ്പോ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് എക്സ്പോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എക്സ്പോയിൽ ആദ്യമായി ഒരുക്കിയിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മോഡലും അതോടൊപ്പം തന്നെ ബേർഡ്സിൻ്റെ ഒരു ഓപ്പൺ സ്പേസുമാണ്. കൂടാതെ തന്നെ കുട്ടികൾക്കായുള്ള സെൽഫി പോയിന്റുകളും ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ വിവിധ തരം മത്സ്യങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വീക്കെൻഡ് ആയതിനാൽ എക്സ്പോ കാണാൻ വരുന്നവരുടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും ശേഖരം കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നവയാണ്. കടൽ മത്സ്യങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് കടൽ മത്സ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. എക്സ്പോയ്ക്ക് 150 പെർ ഹെഡാണ് അവർ ചാർജ് ചെയ്യുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഫ്രീ ആയിരുന്നു. എക്സ്പോയുടെ ഭാഗമായി അണ്ടർ വാട്ടർ ടണലും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങൾ ചുറ്റും ഓടി നടക്കുന്നതായിട്ട് കാണാം. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ മത്സ്യങ്ങളും അണ്ടർ വാട്ടർ ടണലിൻ്റെ ഭാഗമാണ്. അടുത്തതായി എക്സ്പോയിൽ കണ്ടത് ഒരു മനുഷ്യൻ വെള്ളത്തിനടിയിലൂടെ നീന്തുന്നതായിരുന്നു. കുട്ടികൾക്കെല്ലാം ഹായ് കൊടുക്കുകയും ഹൈഫൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ മീനുകൾക്കൊപ്പം പൂച്ചകൾ വന്നതായിരുന്നു. പക്ഷെ പൂച്ചകൾ ഒട്ടും തന്നെ ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനേ പറ്റിയില്ല. അടുത്തതായി എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഉദ്യാനമായിരുന്നു. നിറയെ പൂക്കളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഉള്ളൊരു വലിയ പൂന്തോട്ടം. ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. വീക്കെൻഡ് ആയതിനാൽ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനും പൂക്കൾ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് എത്തിയിരുന്നു. അടുത്തതായി ഒരുക്കിയിരിക്കുന്നത് ആമയും ആനയും ഡൈനോസറും ഒക്കെയുള്ളൊരു സെക്ഷൻ തന്നെയായിരുന്നു. ഇവയും ഫ്രണ്ട്സും ഒരുപാട് എൻജോയ് ചെയ്തു. ആമയെ തൊടുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്ത് അടിപൊളിയായിരുന്നു. ഇന ചെറിയ കുട്ടിയായിരുന്നതിനാൽ എനിക്ക് ഡൈനോസറിൻ്റെയും ആമയുടെ ആനയുടെ ഒക്കെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഭയമായിരുന്നു. അടുത്ത സെക്ഷനിൽ മെയിൻ അട്രാക്ഷനായ റോബോട്ടിക് നായയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ ഒരു 360 ഡിഗ്രി ഫോട്ടോ സ്പേസ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 360 ഡിഗ്രി വ്യൂവിലെടുത്ത ഒരു വീഡിയോ ആണിത്.
ഇതോടുകൂടി വിഷ്വൽ ട്രീറ്റ് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് കുറച്ച് ഷോപ്പുകളായിരുന്നു. അവസാനം ഒരു ഫുഡ് കോർട്ടോട് കൂടിയാണ് എക്സിബിഷൻ എൻഡ് ചെയ്യുന്നത്.